ഹലോ വെൽക്കം ബാക്ക് ടു അനദർ മൈ ഡെയിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ തിരക്കിട്ട പരിപാടികളൊക്കെയാണ്. ഞാൻ ഡ്രസ്സൊന്നും നല്ല വന്നിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മിനിച്ചേട്ടൻ വന്നപ്പോൾ തന്നെ 2 മണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു. പക്ഷേ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗാണ് ഇത്. അപ്പോൾ 2 മണിക്ക് എത്തിയത്. പിന്നെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, കാരണം കണ്ണൻ നേരെ അങ്ങ് പാൽ കുടിക്കാൻ കടന്നു. പിന്നെ എണീക്കലൊന്നും നടക്കില്ല, കാരണം കട്ടിലുമ്മിലായതുകൊണ്ട് അവനിട്ടിട്ട് പോയി ഡ്രസ്സ് മാറലും കുളിക്കാൻ പോകലും നടക്കില്ല കേട്ടോ. പിന്നെ അങ്ങനെ കിടന്നു. രാവിലെ ഷീബേച്ചി ഇന്ന് ലീവാണ്, കാരണം ആൾക്ക് ഇന്ന് വോട്ട് ഡേ ആണ് കേട്ടോ. വോട്ടിൻ്റെ ഇന്നലത്തെയാണ് ഈ വീഡിയോ. ഞാൻ ഇന്നിപ്പം തലേദിവസത്തെ വീഡിയോ ആണല്ലോ ചെയ്യാറ്. അല്ലെങ്കിൽ ആദ്യമൊക്കെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യും, എന്നിട്ട് രാത്രി അപ്ലോഡ് ചെയ്യാൻ പതിവ്. പിന്നെ എനിക്ക് തോന്നി രാത്രിയത്തേയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വ്ലോഗാക്കി മാറ്റിയത്. അപ്പോൾ ഷീബേച്ചിക്ക് ഇന്ന് വോട്ടിന് പോകണം, പിന്നെ അതുപോലെ ആൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആളിന്ന് ലീവാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാനാണ് കിച്ചൺ ഡ്യൂട്ടി, കാരണം വിൻചേട്ടന് ഫുഡ് കൊണ്ടുപോകണം, ലഞ്ച് കൊണ്ടുപോകണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴേ എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയായിരുന്നു. കാരണം ചിന്ത എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ തലേദിവസം ഒന്നും പ്ലാൻ ചെയ്തില്ല, എന്നാണ് സംഭവം. അല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളതൊക്കെ പ്ലാൻ ചെയ്യും. ഇപ്പം കുഞ്ഞുമ്മായുടെ വീട്ടിൽ പോയതുകൊണ്ട് പ്ലാനിങ് ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും എഗ് ബുർജിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി കോടി വേഗം ഉണ്ടാക്കി വെച്ചു. ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടുള്ളൂ. അമ്മയ്ക്ക് കഞ്ഞിയുണ്ട്, കണ്ണനും കഞ്ഞിയുണ്ട്. എഗ് ബുർജിയുടെ റെസിപ്പി ഞാൻ പറയാം. ഇത് ചൂടോടുകൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു സവോള ജസ്റ്റ് എന്താ പറയുക, ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് നന്നായിട്ട് വരണം എന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിലേക്ക് ഒരു 3-4 മുട്ട പൊട്ടിച്ചിടുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് പൊട്ടിച്ചിടാൻ നോക്കുക. ഇല്ലെങ്കിൽ എങ്ങാനും അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് മുട്ട കേടുണ്ടെങ്കിൽ സീനാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലാ മുട്ടകളും പൊട്ടിച്ചിട്ട് ഒന്ന് ഉപ്പ് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് എഗ്ഗും ഉപ്പും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കിട്ടാലും മതി കേട്ടോ. എന്നിട്ട് എഗ്ഗ് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല പൊടി പോലെ ഇരിക്കും. അങ്ങനെ ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് എഗ്ഗ് അതിൽ കിടന്നൊന്ന് സെറ്റായിട്ട് പിന്നെ ഇളക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ഇടുക. മല്ലിയിൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളത് മല്ലിയിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചൂടോടുകൂടെ എഗ് പൊരിച്ചി സെറ്റായിട്ടുണ്ട്. ചപ്പാത്തിയിൽ ഞാൻ നെയ്യും എന്താ പറയുക, നെയ്യും തൂക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഉറക്കക്ഷീണുണ്ട് അല്ലേ? ഞങ്ങൾ ഇന്നലെ കുഞ്ഞുമാവിടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേക്ക് 2 മണിയായി. അച്ഛൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. ഓഫീസിൽ നിന്ന് വന്നിട്ട് അച്ഛക്ക് ചപ്പാത്തി ഉണ്ടാക്കി, മുട്ട ഉണ്ടാക്കി, കാപ്പി ഉണ്ടാക്കി. ഞം 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 കഴിച്ചാലോ, ഞം ഞം കഴിച്ചാലോ. ഗുഡ് മോർണിംഗ് ഗൈസ്. എന്ത് കണ്ണാ വർത്തമാനം പറയാൻ തുടങ്ങിയ കണ്ണൻ്റെ ഷർട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ചേച്ചിമാരൊന്നുമില്ല, വിഷു വരെ വെയിറ്റ് ചെയ്യണം. ആരാ കുങ്കുടു ദൈവമേ കാത്തുകൊള്ളുക. അത് കാരണം നേരത്തോടെ കണ്ടപ്പോ പാപ്പനെ കൂടെ പറ്റിച്ചു. അമ്മേ
ഇത് കണ്ണന് ഉണ്ടാക്കി കൊടുത്തത് സ്മൂത്തിയാണ് കേട്ടോ. ഇച്ചിരി പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ആള് ചപ്പാത്തിയും മുട്ട അങ്ങനെ കഴിച്ചില്ലെന്നേ. ആൾക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ കറി അങ്ങനെ ഉണ്ടാക്കിയില്ലല്ലോ. പിന്നെ മുട്ട അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കിയത്. പക്ഷേ പിന്നെ എക്സ്ക്യൂസ് മീ, ഇത് എൻ്റെ മുടി കേട്ടോ ഭയങ്കര അലങ്കോലമാണ്. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ലെന്ന്. ഞാൻ ഈ വ്ളോഗ് ഒക്കെ എടുത്ത് എപ്പോഴോ ആണ് കുളിക്കാൻ പോയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അയ്യോ എൻ്റെ മുടി ഇങ്ങനെയാണെന്നുള്ളത്. ഇപ്പം വ്ളോഗിലാണ് മനസ്സിലായത് ഇത്രയും അലങ്കോലമാണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ ബേക്ക് ചെയ്യാനാണ്. ഇതൊക്കെ വിൻചേട്ടനുള്ള ഫുഡുകളാണ്. വിൻചേട്ടന് വൈകുന്നേരം, അതായത് ലഞ്ച് കൊണ്ടുപോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, എന്നിട്ട് ലഞ്ച് കൊണ്ടുപോകും. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു മിഡ് സ്നാക്കായിട്ട് ജ്യൂസ് എന്തെങ്കിലും ആക്കും കേട്ടോ. അപ്പോൾ അത് അപ്പം തന്നെ കൊടുത്തു വിടും. പിന്നെ ലഞ്ച്, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നല്ല വിശക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ചെയ്യാൻ പോകുന്നത്. അത് സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ഇത് ഞാൻ നെക്സ്റ്റ് കമ്മിങ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ രാവിലത്തെ പാത്രങ്ങൾ കഴുകുകയാണ്. തലേദിവസം ഞങ്ങൾ കുഞ്ഞുമഴ പോയതുകൊണ്ട് അങ്ങനെ എന്താ പറയുക പാത്രങ്ങളൊന്നും കൂടുതൽ കഴുകാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് എന്താ പറയുക കൂടുതൽ ഡംപ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴുകി വേഗം വൃത്തിയാക്കുകയാണ്. അതിനിടയ്ക്ക് വഴുതനങ്ങ തോരൻ വയ്ക്കുന്നുണ്ട്. വഴുതനങ്ങയുടെ റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഇത് പച്ച വഴുതനയാണ്. അതായത് ഫിംഗർ നമ്മൾ അവിയലിനൊക്കെ അരിയുന്ന ആ ഒരു പരുവത്തിൽ അത്യാവശ്യം വലുപ്പത്തിൽ നീളത്തിൽ അരിയാൻ നോക്കുക കേട്ടോ. അത്ര വലുതല്ല എങ്കിലും ഏകദേശം ഒരു കുഞ്ഞൊരു ഫിംഗർ, ഒരു മിഡ് എന്താ പറയുക ഒരു പകുതി ഫിംഗർ അത്രയൊക്കെ ആയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് സവോള ആദ്യം എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, എന്നിട്ട് സവോള ഇടുക. സവോള ജസ്റ്റ് ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ ഉപ്പിട്ട് സോട്ട് ചെയ്യുക കേട്ടോ. അതിലേക്ക് പച്ചമുളക് ഇടുക, എന്നിട്ട് ഈ വഴുതന അതിലേക്ക് ഇടുക. എന്നിട്ട് എന്താ പറയുക ഉപ്പൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, അടച്ചു വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് വെന്തതിന് ശേഷം തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം നീര് വലിയാൻ വെക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സവോള അത്യാവശ്യം നന്നായിട്ട് ഇടണം. ഇതിപ്പോൾ ഒരൊറ്റ വലിയ വഴുതനയായിരുന്നു, പച്ച വഴുതനയായിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു 3/4 ഭാഗം സവോള വേണം. സവോള കൂടുതലിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് വിൻചേട്ടന് കൊടുക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. ആക്ച്വലി വിൻചേട്ടൻ തന്നെയാണ് ഉണ്ടാക്കിയത്. നമുക്കും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ മീൻസ് നമ്മളിതിൽ സെർവ് ചെയ്തപ്പം വിൻചേട്ടന് കൊടുക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇനി ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോയുടെ റെസിപ്പി പറഞ്ഞുതരാം. സ്വീറ്റ് പൊട്ടാറ്റോ നന്നായിട്ട് കഴുകിയിട്ട് ശരിക്കും കത്തി കൊണ്ടൊക്കെ കുത്തുക അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് കുത്തി കഴിഞ്ഞാലും നല്ലതായിരിക്കും. ഇതിപ്പോൾ കണ്ട കിച്ചണെല്ലാം ക്ലീൻ ആക്കി അതിൻ്റെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. നന്നായിട്ട് കുത്തുക, എന്നിട്ട് കുത്തിയിട്ട് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് വെക്കുക. ശരിക്കും 30 മിനിറ്റ്സ് വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കത്തി കൊണ്ട് കുത്തി നോക്കുക. കത്തി കൊണ്ട് നന്നായിട്ട് കുത്തിക്കഴിഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതായി. പക്ഷേ ഇപ്പോൾ ആയിട്ടില്ല, 10 മിനിറ്റ്സ് വെച്ചിട്ട് ആയിട്ടില്ല കേട്ടോ. 10 മിനിറ്റ് അല്ല, 30 മിനിറ്റ് വെച്ചിട്ട് ചിലപ്പോൾ അതാവില്ല, ചിലത് നല്ല വലുതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കിയിട്ട് അത് ആയോ എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ആയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ഒന്ന് എഡ്ജ് മാത്രമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ബട്ടർ ഇടുക. പിന്നെ ഇറ്റാലിയൻ സീസൺ അല്ലെങ്കിൽ പിസ്സ സീസണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ചൂടോടുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ തൊലിയോടുകൂടെ കഴിക്കാം. തൊലിയോട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ കേട് ഉണ്ടോ എന്ന് നോക്കണ്ട. കേട് എങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഷോക്കായിരിക്കും. പിന്നെ ഇത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട് വന്നോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒരു ലക്ക് പോലെ ഇരിക്കും. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. കണ്ണൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് പുഴുങ്ങി കൊടുക്കാറുള്ളത്. വിൻചേട്ടൻ അങ്ങനെ പുഴുങ്ങിയിട്ട് ഇഷ്ടമില്ല കേട്ടോ. അപ്പം കണ്ണൻ പിന്നെ ഇച്ചിരി ഇപ്പോൾ സ്പൈസിയൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആൾക്കും ഇഷ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ ലഞ്ചിന് വിൻചേട്ടന് കൊടുക്കുന്നത് ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അതിൽ പൊന്നിയേരി ബസ്മതി റൈസൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. കണ്ടില്ലേ വഴുതനങ്ങ തോരൻ വിൻചേട്ടൻ ഇട്ടപ്പോൾ തന്നെ അത് ഫില്ലായി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വിൻചേട്ടന് കൊടുത്തയക്കുന്നത് ഞാൻ ബസ്മതി റൈസും വഴുതനങ്ങ തോരനും പിന്നെ എന്തായിരുന്നു എന്തോ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഫ്രൂട്ട്സ് കട്ടിങ്സ് കൊടുക്കുന്നത് ഇതാണ്. നമ്മൾ മുസമ്പി അല്ലെങ്കിൽ ഫ്രൂട്ട് കട്ടിങ്സ് കൊടുക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം കുക്കുംബറോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അതും കൊടുക്കും കേട്ടോ. പിന്നെ മസ്ക് മെലൺ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഇങ്ങനെ എന്തോ കൊടുത്തു കേട്ടോ. ഈശ്വര എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. ചോറിൻ്റെ കൂടെ എന്തോ ഒരു സ്പെഷ്യലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വിട്ടുപോയി. ഫിഷ് ഫ്രൈ ആയിരുന്നു കേട്ടോ. ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. ഫിഷ് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാള കറിയായിരുന്നു. അത് വീട്ടിൽ നിന്ന് അമ്മ വാള കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ ഗോവൻ മസാല വെച്ചിട്ട്, ഗോവൻ മസാലയുടെ ഞാൻ ഇത് പാക്കറ്റ് കാണിച്ചു തന്നില്ലല്ലോ ഗായ്സ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു മസാലയുടെ പാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. അത് വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്യാം നമുക്ക്.
പെട്ടെന്ന് റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യുക. പിന്നെ മസ്ക് മെലൺ വെച്ചിട്ട് മസ്ക് മെലണിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ഫ്രോസൺ മിൽക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല യമ്മി ഷേക്കായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ കണ്ണന് നല്ല ഉറക്കം വന്നപ്പോൾ ഷിബേച്ചില്ലാത്തതുകൊണ്ട് നല്ല തിരക്കെന്ന് പറയാൻ പറ്റില്ല, നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എന്നാലും മക്കളില്ലാത്തതുകൊണ്ട് വെരി ബോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ബോറിംഗ് ആണ്. പിന്നെ 9 മണിയുടെ ഉള്ളിൽ കുളിക്കേണ്ട ഞാനായിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ലേറ്റായിട്ടൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ നീരിറക്കം സീനുകളൊക്കെ എന്താവും എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, സിന്ദൂരൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടിയായിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറേ പണികളുണ്ട് കേട്ടോ. കാരണം ഇന്നലെ നമ്മൾ ചാളൂർ പോയതുകൊണ്ട് തുണികളൊക്കെ ഷിബിച്ച് മടക്കി വെച്ച് അങ്ങനെ വെച്ചിട്ടാണ് നമ്മളങ്ങ് പോയതാണ്. ഇനി അതൊക്കെ സെറ്റാക്കണം. പിന്നെ ഞാൻ കുറേ ഇന്ന് ടൈം ലാപ്സ് ഒന്നും അടിക്കുന്നില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ അബിൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ, ആൾ പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ ടൈം ലാപ്സ് അടിച്ചിട്ട് ലാഗ് അടുപ്പിക്കല്ലേ, ഉള്ള ഇൻട്രസ്റ്റൊക്കെ കാണാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ, കാരണം നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ റിപ്ലൈ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ മാനിക്കണമല്ലോ. ഹാൻഡ് വാഷിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ വലിയ അലമ്പൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിളിച്ചങ്ങൾ പറയുമായിരുന്നു, ബ്രോ ബാത്റൂമൊക്കെ ആകെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഹാൻഡ് വാഷിൻ്റെ അവിടെ നിന്ന് പറയണ്ട കേട്ടോ, എത്ര പ്രാവശ്യം ഞാൻ ഒരു ദിവസം വാഷ് ചെയ്യുന്നറിയോ. മക്കളില്ലാത്തതിൻ്റെ മിസ്സിങ് ഭയങ്കരമായിട്ടുണ്ട്. ഇത് ഞാൻ ബെഡ് ഇവിടെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണനിപ്പോൾ തൊട്ടിലാണല്ലോ അവിടെ കിടക്കുന്നത്. അപ്പം അവൻ എപ്പോഴെങ്കിലും എണീക്കുകയാണെങ്കിൽ ഇവിടെ കിടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം കട്ടിലുമ്മ കിടത്തിക്കഴിഞ്ഞാൽ നമുക്ക് പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സുഖമാണല്ലോ, എണീറ്റെങ്കിൽ അവൻ തന്നെ വന്നോളും. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറേ തുണികളൊക്കെ എടുത്തിരിക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അവൻ എണീക്കുമ്പോഴേക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആകെ ടയർഡാവും. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിരിക്കുകയെന്ന്. അങ്ങനെ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചു. ഇനിയാണ് ഒക്കെ എടുത്തു വയ്ക്കുന്നത്. ഇത് കണ്ണൻ്റെ ജാതകം വായനയ്ക്ക് അന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നല്ല തിരക്കുകളൊക്കെ ആയി. പിന്നെ ഇത് സാരിക്ക് ഞാൻ അന്ന് സെറ്റ് സാരി, വിഷുവിന് സെറ്റ് സാരിയൊക്കെ വാങ്ങിച്ചത് അവിടെ നിന്നാണ്. സെറ്റും കൊണ്ട് നല്ല കളക്ഷൻസാണ് കേട്ടോ. ഞാനൊന്ന് ടാഗ് ചെയ്യാം, പ്രൊഫൈൽ ഞാൻ അതിലൊന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്കൂ. നല്ല കളക്ഷൻസ് വെച്ചാൽ നല്ല കളക്ഷൻസാണ്. എല്ലാ സാരിയും വാങ്ങിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇവിടെയും ഞാൻ ടൈം ലാപ്സ് ഒന്നും ഇടുന്നില്ല. എബിൻ, ദിസ് ഈസ് ഫോർ യു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭാഗത്തൊക്കെ ടൈം ലാപ്സ് അടിച്ച് വിടുമായിരുന്നു. അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടായിരുന്നു. കാരണം മക്കളൊക്കെ പോണ സമയത്ത് ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ കൊടുത്തു വിട്ടുന്നു. ഈ ഓട്ടം ഞാൻ കണ്ണനെ എണീറ്റതിൻ്റെ ഓട്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ ഉറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം ഉറങ്ങിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം സമയം എത്രയെന്നറിയോ? 4 മണി. മമ്മ കഴിച്ചിട്ടില്ല, അറിയോ? വേണ്ടാക്കും മമ്മ കഴിക്കുക. അച്ഛമ്മ ഇപ്പോൾ വോട്ട് ചെയ്തൊക്കെ ഇപ്പം എത്തും. നമുക്ക് മമ്മ കഴിച്ചാലോ? മീൻ കറി കൂട്ടി കഴിച്ചാലോ? എൻ്റെ ഇഷ്ടമല്ല മീൻ കറി, നല്ല യമ്മിയാടാ. അമ്മമ്മ കൊടുന്ന മീനാ, കഴിക്കാം. അതെടുക്കരുത്, അങ്ങോട്ട് നോക്കിയതാക്കും. അത് നോക്കി കണ്ണാ, കണ്ടേ ഒളിച്ചേ എവിടെ കണ്ണൻ? അത് കണ്ടേ, കണ്ട് അമ്മ കണ്ടു. ദേ കണ്ണൻ ഒളിച്ചേ കൊണ്ടേ. വൈ ഷോ ക്യൂട്ട്. അയ്യോ, എന്തിനാ എന്നെ അടിക്കണേ? നൗകയുമായി ഉറപ്പിക്കുന്നൊക്കെ എനിക്ക് ഗൈസ്, ഈ ഒരു സംഭവം ഉണ്ടല്ലോ,
വല്ലാത്ത ടേസ്റ്റ് ആട്ടോ ഈ വാള. ഇനി കൊടുക്കാം. വേണ്ട വേണ്ട വേണ്ട. വാതിൽ തുറന്ന അച്ഛമ്മ അവിടെ പുറത്തുണ്ട്. അമ്മ വണ്ടി കണ്ടില്ലല്ലോ എന്ന്. അച്ചടാ വണ്ടി നോക്കണേ. നല്ല രസമുള്ള വെള്ളരി അല്ലേ? പൂച്ചമ്മയുണ്ടോ? കണ്ണാ പൂച്ചയുണ്ടോ? ചാച്ച പോവാനോ? കളിക്കാൻ പോവാനോ? അച്ഛമ്മ അച്ഛമ്മ വരട്ടെ, അച്ഛമ്മ വരട്ടെ. അമ്മ സൂക്ഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച്. അതെ, ഈ ചെരുപ്പിട്ടിട്ട് ആദ്യമായിട്ടല്ലേ അതിന്റെ ഒരു തപ്പിപ്പിടുത്തുണ്ടാവും. ഞാൻ ഓ ഓ ഓ ഓ കണ്ണൻ ബേബിയും അമ്മയുടെയും മൈമിനത്ര വീട്ടിലുണ്ട്. അപ്പോൾ എനിക്കിനി കുറച്ച് പണികളുണ്ട്. നൈറ്റിലേക്ക് ചിക്കൻ മാരിനേഷൻ ചെയ്യണം, എയർ ഫ്രൈ ചിക്കൻ. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ ചെയ്യണം 2 എണ്ണത്തിന്. ഒന്ന് ഫുൾ വീഡിയോയ്ക്കും പിന്നെ ഒരെണ്ണം ഷോർട്സിലേക്കും. അപ്പോൾ അവർ വരുമ്പോഴേക്കും അതൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് വോയിസ് നോട്ട് ചെയ്യാം. അവർ വന്നു കഴിഞ്ഞാൽ ചിക്കൻ്റെ പരിപാടികളൊക്കെ നടക്കും. നമ്മളെ വോയിസ് ഓവർ കാര്യങ്ങൾ അവർ വന്നാൽ നടക്കില്ല, കാരണം മൈക്കില്ല. പിന്നെ വരുമ്പോഴേക്കും അവന് വിശന്നിട്ടായിരിക്കും അവൻ തിരിച്ചു വരിക. അപ്പോൾ ആദ്യം വോയിസ് ഓവറൊക്കെ ചെയ്യട്ടെ കേട്ടോ. വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഇത് അച്ഛമ്മയും മോനും എത്തി. പിന്നെ ഇന്നത്തെ വ്ളോഗും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കാണാം വേറെ വീഡിയോ ആയിട്ട്. ബൈ.